അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റിലൂടെയാണ് ആണ്. പിന്നെ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. പോയി. നമ്മൾ മാത്രമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒന്നും പറയുന്നില്ല, കാരണം ഇവിടെ ഒരുപാട് പേരുണ്ട്. നമ്മൾ മാത്രമല്ല. നമ്മൾ ആക്ച്വലി ഫ്ലൈറ്റിന് 2 hours ഉള്ളപ്പോഴേ കറക്റ്റായിട്ട് നമ്മൾ വന്നു. എന്ത് തല മാത്രം കാണിക്കുന്നത്? തല കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ? തല കാണിക്കുന്നില്ല, ഞാൻ ഇതിനൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കുന്നതാണ്. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, സോ ഫ്ലൈറ്റിന് നമുക്ക് എത്ര നേരം നമുക്ക് ഇന്ന് ഏർലി മോർണിംഗ് 12:20 25 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങി. കാരണം അച്ഛൻ ഫുൾ പ്രഷറായിരുന്നു. 9 മണിക്ക് ഇറങ്ങണം, ഒരു 3 hours മുന്നെങ്കിലും ഇറങ്ങണം. ഇന്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും നമ്മൾ എവിടെ പോകണമെങ്കിലും എയർപോർട്ടിൽ വരുമ്പോൾ ലൈക്ക് ഒരു 2 hours മുന്നേ വരണം. ഇതിനൊരു അടിപൊളി ഇൻട്രോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ്. ഫസ്റ്റ് ഇന്റർനാഷണൽ ആകുമ്പോൾ പാസ്പോർട്ട് കാണിക്കണം. അതാണ് ഒരു ഗത്തായിട്ടുള്ള കാര്യം. ഞാൻ 3, 2, 1 പറഞ്ഞിട്ട് നിൽക്കാൻ പാസ്പോർട്ടൊക്കെ കാണിച്ച് ഗത്തായിട്ട് നമ്മൾ പോയിട്ട് വരണം. പിന്നെ എന്താ, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? ഞാനിതൊക്കെ ആദ്യം ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യമാണ്. പക്ഷേ ഇതിന് മുന്നേ ഇൻട്രോ വേറെയൊക്കെ സംസാരിച്ചു. അമൃത എപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ നിങ്ങളിപ്പോൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരുന്ന എൻ്റെ വ്ളോഗിൽ ഞാൻ തനി പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൽ അമൃത, അമ്മ, അച്ഛൻ, പിന്നെ കുറേ സ്ഥലങ്ങൾ എല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നതാണ്. ഫ്ലൈറ്റിനുള്ള കയറി ഭയങ്കര മഴ ഉള്ളതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. നല്ല തണുപ്പ്. അവരുടെ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇത് ഞാൻ ഇടണോ, അതോ വേറെ എന്തെങ്കിലും സ്വെറ്റർ പോലത്തുള്ള എന്തെങ്കിലും ഇട്ടാൽ മതിയോ? എനിക്കിപ്പോൾ തണുക്കാണ്. ബാക്കിയുള്ള എല്ലാം അങ്ങ് മലേഷ്യ പോയിട്ട് കാണാം അല്ലേ? മലേഷ്യ പോയിട്ട് ഒരുപാടുണ്ട് കാണാം. ഓക്കെ, ബൈ പറയൂ. Retreat akan dilakukan semasa pemeriksaan imigresen bagi pelawat asing. Malaysia membuat kuasakan Undang-Undang Perdagangan Manusia serta penyeludupan migran dan dadah yang amat ketat. Jika disabit kesalahan, anda akan dikenakan hukuman yang berat. തെങ്ങാണോ എന്ന് എനിക്കറിയത്തില്ല എന്താണെന്ന്. ലാൻഡിങ് ആണ്. ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ഇറങ്ങി എൻ്റെ ഫോണിപ്പോൾ പറയാൻ പോയാൽ അവിടെ ഫുള്ള് മഴ, ഇവിടെ ഫുള്ള് തണുപ്പ്. പിന്നെ ബ്യൂട്ടിഫുൾ. വെൽക്കം ടു മലേഷ്യ. ഇതാ കണ്ടില്ലേ അവരുടെ ഫ്ലവേഴ്സ്, ബൊക്ക, അതെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഭയങ്കര ചൂടാണ്. എങ്ങനെയുണ്ടമ്മ യാത്രയൊക്കെ? എങ്ങനെയുണ്ട്? സൂപ്പർ, നന്നായിട്ടുണ്ട്. യാത്രയുടെ കാര്യമല്ലേ, പുതിയൊരു സ്ഥലം. സൂപ്പർ. ഞാനൊക്കെ ഫുൾ
ഫുള്ള് ഉറങ്ങി ഉറങ്ങി എക്സ്ഹോസ്റ്റഡായി. കോലമൊന്നും നോക്കരുത്, കാരണം എല്ലാം ഡെഡായിട്ടുണ്ട്. കാരണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഞാൻ പകുതി ഉറങ്ങി. സോ സീരിയസ്ലി നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. എൻ്റെ ഫോൺ ഇപ്പോൾ ഡെഡാവും, ഞാൻ അവസരം എടുക്കാം. എന്താ കഴിക്കാം? മസാല ദോശ. എനിക്ക് ഇഡ്ഡലി മതി. അമ്മയ്ക്ക് എന്താ കഴിക്കണം? ഇഡ്ഡലി. സോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ ഇഡ്ഡലി വന്നിട്ടുണ്ട്. വെറൈറ്റീസ് ഓഫ് ചട്നി. അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദോശയാണ്. ദോശ. അമ്മ കഴിക്ക്. ഇവിടെ ഒരുപാട് ടവറുണ്ട്. കേൽ ടവർ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. അതെ അതെ, ഞാനും കഴിക്കട്ടെ. ബായ്. ഹായ്. ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. ഞങ്ങൾ ലഞ്ച് കഴിക്കാതെ മൊജിറ്റോ കഴിച്ചായിരുന്നു, ഞാനും അമൃത. പിന്നെ അമ്മ കോഫി കഴിച്ചായിരുന്നു. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി അങ്ങോട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടത്. ഹായ്. സോ ഇതാണ് നമ്മുടെ റൂം. ഞാൻ റൂം ബാക്ക് ക്യാമിൽ കാണിക്കാം. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി. ഡയമണ്ട് ഗ്രീൻ പോലെ ഉണ്ടല്ലോ, ഒരു ഡയമണ്ട് പോലെ തോന്നുന്നുണ്ടല്ലോ ഗ്രീന്. ഇത് ഫോണിൽ കൂടെ കാണാൻ എത്ര ഇത് കിട്ടുന്നില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അമൃത ഇവിടെ ഇല്ലാത്ത വിൻഡോ പോലെയാണ്. അത് തന്നെ പുഷ് ചെയ്യും. യാ അത്ര ഇവിടുത്തെ കിച്ചണാണ്, ലൈക്ക് മിനി കിച്ചൺ പോലെ. ഫ്രിഡ്ജ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാം. ഞങ്ങളങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഇനി വാങ്ങിക്കണം. അത് അമൃതൻ്റെ തുണിയൊക്കെ എവിടെ ഒന്ന് കഴുകിക്കോ. സൂപ്പർ. എവിടെ പോവാ അമൃത? ആ ഓക്കെ. അപ്പം അച്ഛനും അമ്മയും ഈ റൂമിലാണ് കിടക്കുന്നത്. ഇനി കാണാൻ പോകുന്നത് ഞങ്ങളുടെ റൂമാണ്. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ. പക്ഷെ നമ്മൾ ക്യാമറ എടുത്തിട്ട് വന്നില്ല അല്ലേ? സോ അതല്ല, അതിൻ്റെ ഉള്ളിൽ വെക്കായിരുന്നു. ഓക്കെ. എനിക്ക് ഈ മിറർ ഭയങ്കര ഇഷ്ടമായ അമൃത. ഇവിടെ ലൈറ്റ് ഇല്ല. ലൈറ്റ് എവിടെ? ലൈറ്റ് ഉണ്ടല്ലോ. ഇട്ട ഇപ്പോഴല്ല. അടിപൊളി. ഹായ്. അമൃത. എനിക്ക് കുറച്ച് ക്ഷീണമാണ്. ഓക്കെ. അവിടെ പോലെ തന്നെയാണ്. ഓ എൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ റൂമൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. റൂമെല്ലാം കിടിലം. ഇനി ഞങ്ങൾ ലഞ്ച് സത്യം പറഞ്ഞാൽ കഴിച്ചില്ല. അതിൻ്റെ ഇടയിൽ മൊജിറ്റോയും എന്തോ മഫിനൊക്കെ കുറേയൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ ഉള്ള ഇൻട്രസ്റ്റ് എല്ലാം പോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഉറങ്ങി. അതെ. അപ്പം ഇനി വന്ന് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം നൈറ്റ് എവിടെയൊക്കെയാണ്? ട്വിൻ ടവർ ഉണ്ട്. പിന്നെ ഒരു 2 സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. ഹായ് അമൃത. ഹായ്. നമ്മളിപ്പോൾ അഞ്ചപ്പാറിലാണ്. മധുരയിൽ പോകുമ്പോൾ നമ്മൾ അഞ്ചപ്പാറിലാണ് കഴിക്കാറ് മാക്സിമം, മിനിമം എപ്പോഴും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മലേഷ്യ വന്നപ്പോൾ നമുക്ക് അഞ്ചപ്പാറിൽ ഫുഡ് കഴിക്കണം തോന്നി. ഇവിടെ ഉണ്ട് അവരുടെ ബ്രാഞ്ച്, അതല്ലേ വളരെ വലിയൊരു കാര്യം തന്നെ. അപ്പോൾ നമ്മൾ എന്താണ് കഴിക്കുന്നത്? നമ്മൾ ആക്ച്വലി ഓർഡർ ചെയ്തത് എന്താ കഴിക്കുന്നത് അമൃത? നമ്മളിപ്പോൾ കഴിക്കുന്നത് നാട്ടുകോഴി ബിരിയാണിയും പിന്നെ
രണ്ടെണ്ണം അതായിരുന്നു പറഞ്ഞത്, പക്ഷെ ഒരെണ്ണം ഉള്ള. ഇതെങ്ങനെയുള്ളത് പറയൂ. വൈബായിട്ട് അമൃതിരിക്കും. നല്ല രസം. ഇത് നമ്മളവിടെ ജമന്തിയാണ്. ഇത് റിയൽ ആണെന്നാണ് പറയുന്നത്. ഐ തോട്ട് റിയലാണ്. കളർ എന്തെങ്കിലും ചെയ്തേക്കണാണോ ഒന്നും അറിയാൻ വയ്യ. ഒരുപാട് കളറുണ്ട്. നോക്കി ഇത് നമ്മളവിടുത്തെ ജമന്തി. പിങ്ക് ഉണ്ട്, വയലറ്റ് കളറുണ്ട്, ബ്ലൂ, അങ്ങനെ ഒരുപാട് കളറുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് അത് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ കയറിയില്ല. ഞാൻ കയറിക്കോട്ടെ പ്ലീസ്. ഇത് ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണല്ലോ ഈശ്വര. ഇവിടെ ഇതാണ് പ്രത്യേകതരം ചക്ക. ചക്ക മലേഷ്യൻ ചക്ക. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ബുക്കിറ്റ് ബിങ്ടാങ് എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ്. ഇവിടെ ഒരുപാട് ഫുഡുണ്ട്, ഒരുപാട് സ്ട്രീറ്റ് ഫുഡുണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് പോകണം. ഇവിടെ ഇപ്പോൾ അച്ഛൻ ഇവിടുത്തെ മലേഷ്യൻ ചക്കേൻ്റെ ടേസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ മാംഗോ, അതൊക്കെ ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അച്ഛൻ മാങ്ങ കഴിച്ചതിന് ശേഷം എനിക്ക് തന്നിട്ടുണ്ട്. ഞാനും കുറച്ച് മാങ്ങ കഴിക്കും. സത്യത്തിൽ മധുരമില്ല, വലിപ്പം ഉണ്ടെന്നുള്ളൂ, മധുരമൊന്നുമില്ല. സീരിയസ്ലി ഇതിൽ മധുരം എന്നൊരു സാധനം ഇതിൻ്റെ അകത്തില്ല. എന്തെങ്കിലും സാധനം ബാക്കിയകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം കൊണ്ട് കാണിക്കണം. പൊന്നമൃത. വാട്ടർമെലോൺ അമൃതൻ്റെ ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാമല്ലോ. എനിക്കും ഇഷ്ടമാണ്. ഇവിടെ ഉള്ള കുത്തി തന്നെ നേരത്തെ നല്ലൊരു മാങ്ങയ്ക്ക് മധുരം ഇല്ലെങ്കിലും എങ്ങനെയും തിന്നു. നല്ല മധുരം ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ചക്കയുടെ സ്മെല്ലും കൊണ്ടുവന്നല്ലേ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്നും കഴിക്കൂല. ഇതെല്ലാം റൂമിൽ പോയിട്ട് കഴിക്കും. കാരണം നമുക്ക് റൂമിൽ പോകുമ്പോൾ നല്ല വിശക്കും. ഇതെന്തൊക്കെയാ? ചിക്കനാണോ ഇത്? ചിക്കനെന്നല്ല, ഒരുപാടുണ്ട്. എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ? ഏത് വാങ്ങേണ്ടത്? കൺഫ്യൂഷൻ ആണല്ലോ. ഞാനൊരു മാംഗോ ലവറാണ്. മാംഗോ കണ്ടോണ്ട് എനിക്കിത് വാങ്ങിക്കണം. ലൈവായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അമൃത ലൈവായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ലൈവായിട്ട് രണ്ടും സെറ്റ് ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. സൂപ്പർ, എനിക്കിഷ്ടായി. ഐസ് ഉണ്ടല്ലോ, അത് ക്രഷ് ചെയ്തിട്ടേക്കുന്നത് മിക്സഡ് ആയിട്ടുള്ള ടേസ്റ്റാണ്. മലേഷ്യയിലെ മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. ഇവിടെ അച്ഛൻ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കുന്നവരെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റിൽ കണ്ടോണ്ടിരിക്കുകയാണ് എല്ലാവരും. ഹായ്. കുറച്ച് എന്താ സാധനം എന്താ? അത് ആക്ച്വലി അതിൻ്റെ ഒരു സ്വീറ്റ് ആണ്. അത് കോക്കനട്ടിന്റെ സംഭവമാണ്. അമ്മ ജസ്റ്റ് ഒതുങ്ങിക്കോ. റൈസ് എല്ലാം വേറെ സൈഡിലേക്കൊക്കെ ആയി. കുഴപ്പമില്ല, അത്ര ഇഷ്ടമില്ല. നമ്മൾ നിന്ന് അങ്ങനെ ഒരു ഒക്ടോബസിനെ വാങ്ങി. നമ്മൾ നല്ല ചൂടുണ്ട്, കഴിക്കാൻ പറ്റുമോ? എപ്പോഴും ആവശ്യമുള്ളതാണ്. ട്വിൻ ടവർ ഇനി കണ്ടില്ല എന്ന് വേണ്ട, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നൊരു ലൈറ്റ് ഉണ്ട്. ഇത് ഈ ഒരു ലൈറ്റ്, ഇത് 3 ലൈറ്റ്, 5 ലൈറ്റ്, അതിൻ്റെ ഒരു പവർ ഉണ്ട്. ഇത് ഇവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. സോ ട്വിൻ ടവറിന് ശേഷം വന്നൊരു പ്ലേസാണ്. ഇത് പേരെന്തോ അമൃത? എനിക്കിതിൻ്റെ അതെ, ലൈക്ക് ഒരു ഫിഷ് പോലെ ഇല്ലേ കാണാനായിട്ട്. ഇങ്ങനെ ലൈറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് തന്നെ. അമൃത ഫുൾ എക്സ്ഹോസ്റ്റഡ് ആണ്. ഞാനും
ഞാനും ഇത് കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ പോയ പോലെ ഉണ്ട്. ലുക്ക് ലൈക്ക് ഒരു അക്വേറിയത്തിൽ പോയ പോലെ തോന്നുന്നില്ലേ? അതുപോലെ ഇല്ലേ കാണാൻ? ഇരിക്കാനോ? എടുത്തു തരാം. ഹായ് 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 അമൃത. ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് സെക്കൻഡ് ഡേ ആണ് ഇൻ മലേഷ്യ. സോ ഇന്ന് നമ്മൾ ലൈക്ക് ഡ്രസ്സ് ഇടാത്തതിൽ അറിയാം, ധാവണിയൊക്കെയാണ്. മുരുകൻ, ഭയങ്കര ടോളായിട്ടുള്ള മുരുകൻ. അപ്പോൾ അവിടെയാണ് പോകുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു കേവ് ടെമ്പിൾ എല്ലാം ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ച് റെഡിയായിക്കെ വരണതേ ഉള്ളൂ. ഇനി അമ്മ അച്ഛൻ അമൃതെല്ലാം റെഡിയാവുന്നുണ്ട്. ഇവിടുത്തെ സിറ്റി കണ്ടില്ലേ? ഇത് പറഞ്ഞല്ലോ ഇന്നലെ. സത്യത്തിൽ ഈ ഒരു ടൈമൊക്കെ ഭയങ്കര റഷായിട്ടുള്ള ഇതാ, ശബ്ദമില്ല. ലൈക്ക് നല്ല രസമുണ്ട് കേൾക്കാനും. ഇവിടെ നിന്നൊരു ആ ഒരു പോയിന്റ്, വ്യൂ പോയിന്റ് പോലെയുണ്ട്. ഇതാ കേൽ ടവർ. ഇന്നലെ ഞാൻ വേറെന്താ പറഞ്ഞില്ലേ? ലൈക്ക് ഇതാ അത് കേൽ ടവർ. എവിടെ? ഇതാ കേൽ ടവർ. ഞങ്ങളവിടെ പോയില്ല. അവിടെ പോകാനായിട്ട് ഞങ്ങൾക്ക് ഒരു സംഭവം ഉണ്ട്. പോകണം. ഞാൻ റെഡി ആയിട്ട് വരാം. അവിടെ പോകാനായിട്ട് ഒരുപാട് ഇലക്ട്രിക് ട്രെയിൻ ദേ പോണു. ഞാനൊന്ന് ചുമ്മാ പറഞ്ഞല്ലേ, വന്നല്ലോ. അപ്പോൾ സമയമില്ല, വേഗം റെഡി ആവണം. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നെന്തോ എന്നാ പറഞ്ഞത്, ലൈക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കെന്നാ പറഞ്ഞത്. അപ്പോൾ റെഡി ആവണം, കഴിക്കണം, വേഗം പോകണം. ഭയങ്കര ട്രാഫിക് ആ സമയത്തൊക്കെ. സോ വേഗം വരാനായിട്ട് ഡ്രൈവർ അണ്ണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം റെഡി ആയിട്ട് വരാം. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ റെഡിയായി. എനിക്കൊരു കൺഫ്യൂഷൻ, എൻ്റെ പൊട്ടിലാണ് കൺഫ്യൂഷൻ. എൻ്റെ കയ്യിൽ 2 ബോട്ടിലുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്? ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഏതാ നന്നായിരിക്കണമെന്ന് അറിയില്ലല്ലോ. അത്ര രസമില്ലല്ലേ? വേറെ വയ്ക്കാം. ഇത് 3 പൊട്ടേ ഉള്ളൂ ആകെ. ഇത് കൊള്ളാമല്ലേ? പക്ഷെ എനിക്ക് ഈ ബ്ലൂവിനോട് എന്തോ ഒരു ഇഷ്ടം, അറിയില്ല എന്താന്ന്. ഇത് വെക്കാം. സോ മലേഷ്യ വന്നിട്ട് ഒരു മാച്ചിങ് ഫോട്ടോസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ്? നല്ലതല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മാറ്റും. പക്ഷെ ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഒരു സ്കൈ ബ്ലൂ പോലെ ഉണ്ട്. സ്കൈ ബ്ലൂ പോലത്തെ ഒരു ധാവണിയാണ്. സോ അമൃത, അമ്മ, അച്ഛൻ എല്ലാവരും ഞാൻ കാണിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി നല്ല ലേറ്റായി. സോ നമ്മളെല്ലാം റെഡിയായി. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതൊക്കെ എല്ലാവരുടെയും ലുക്ക്. സോ അമൃത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സോ അച്ഛനും അമ്മയും എല്ലാവരും ഇന്ന് ഗുട്ടാക്കി പോകുന്നുണ്ട്. ട്രഡീഷണൽ വെയറാണ്. അതുമാത്രമല്ല നമ്മൾ മുരുകനെ കാണാൻ പോവാണ്. സോ ടോപ്പായിട്ടുള്ള മുരുകനെ, ലൈക്ക് ഭയങ്കര ഉയരല്ലേ. സോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഇനി കാണാം. എൻ്റെ ബാഗ് എവിടെ? എൻ്റെ ഒരു ചെറിയ ബാഗ് അതാണ്. അത് ഇല്ലല്ല, ഇതാണ്. എനിക്കൊരു ചെറിയൊരു ബാഗുണ്ട്, ഞാനത് എടുത്തിട്ടുണ്ട്. അമൃത, ആ ചപ്പലിനേക്കാളും നല്ലത് മറ്റതല്ലേ? ബായ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ലാവൻഡർ കളർ. സത്യത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട്. എല്ലാവരും അടയ്ക്കുന്നില്ല. ഇന്ന് അച്ഛനും അമൃത ഏകദേശം ഒരു സെയിം കളറാണ്, ലാവൻഡർ കളറാണ്. അച്ഛൻ കുറച്ച് ഡാർക്കായിട്ടുള്ളത്, അമൃത കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു കളറുമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നല്ല ലേറ്റാണ്. നമ്മൾ വേഗം പോകുന്നതാണ്. സോ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. Doors closing. Thank you. സോ നമ്മളിവിടെയുള്ള ആൾക്കാർ കുറച്ച് വ്യത്യസ്തമായിട്ട് നോക്കുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ട്
Wow, beautiful. Namaskar. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇവിടെ കാണാൻ പറ്റത്തില്ല, കുറച്ചങ്ങോട്ട് പോകണം. ഹായ് അമൃത. ഹായ്. അവിടെ ഒരുപാട് പ്രാവുണ്ട്. പ്രാവുണ്ട്, ഒരുപാടുണ്ട്. എനിക്ക് അമൃതൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഒരുപാട് ഇഷ്ടമായി. സീരിയസ്ലി എനിക്കിഷ്ടമായി. ഞങ്ങള് മുല്ലപ്പൂ വാങ്ങിക്കാണ്. മല്ലിപ്പൂ മുല്ലപ്പൂ വയ്ക്കാനായിട്ട് സൂപ്പർ, നല്ല ഭംഗിക്കൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ട്. മുല്ലപ്പൂ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മുല്ലപ്പൂ. ഇത് ഭയങ്കര കുറച്ചേ ഉള്ളൂ, പക്ഷെ കൊള്ളാം. എന്താ പിടിക്കുമോ? ഓക്കെ. ഇവിടെ ഒരുപാട് പ്രാവുണ്ട്, ഒരുപാട്. ഭയങ്കര വെയില്. മുകളിലേക്ക് കയറാം ടെമ്പിൾ. ഹായ്. ഭയങ്കര വേദന എടുക്കുന്ന കാര്യം. നമ്മൾ ഇത്രത്തോളം പടി കയറി. അയ്യോ, എന്ത് രസമല്ലേ. അച്ഛനും വന്നില്ല, അല്ല താഴെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ നോക്കിയാ നല്ല ഭംഗിയില്ലേ. ഏതാണല്ല നല്ല ഭംഗിയുണ്ട്. മുരുകൻ അമ്പലം ഇനി ഉള്ളില. ഇതിൻ്റെ ഉള്ളിൽ അമ്പലം. നമ്മളിപ്പം ഭസ്മൊക്കെ കിട്ടി. പിന്നെ നമ്മൾ ഇനി ആ അമ്പലത്തിലേക്ക് കയറി. നമ്മൾ ടോപ്പിൽ ഒന്നുകൂടെ വന്നു, പക്ഷെ വെള്ളമൊക്കെ ഒന്നും. കേവൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര വെട്ടമായിട്ടുണ്ട്. ഇതാ ബെസ്റ്റ് വ്യൂ എന്ന് തോന്നുന്നു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നതിന് ശേഷം ബ്യൂട്ടിഫുൾ. സെൽഫി എടുക്കാന്ന് വെച്ചാൽ മുഖത്ത് തന്നെ അടിക്കുമല്ലേ.
ഇട്ടാ മതി ഓടി വാ. ചെവിയെ കടഞ്ഞില്ലേ എല്ലാവരുടെ? ഹായ്, ഇപ്പം നമ്മൾ KLCC എക്കോറിയ അവിടെ വന്നേക്കുന്നത്. ലൈക്ക് ഒരു എക്കോറിയമാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്കോറിയാണ്. ഞാൻ മൃത. നമ്മൾ ഓൺലൈൻ ചെയ്തുകൊണ്ട് അതിവിടെ അല്ല കാണിക്കണ്ടേ, അത് അപ്പുറത്തോട്ടാണ്. എനിക്ക് നന്നായിട്ട് കാണുന്നില്ലല്ലേ. ഹായ്, മീന് അമൃതയുടെ ഫേവറേറ്റ് കളറായ ബ്ലൂ കളർ ഫിഷ് ഇവിടെ ഉണ്ട്. ഈ ഒരു ഫിഷ് കേരളയിലുണ്ട്. സീരിയസ്ലി ഞാനൊരു ചെടി കണ്ട് വണ്ടറായി. ഈ നിൽക്കുന്ന ചെടി ഇത് നമ്മുടെ ഇവിടെ കിണറുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിൽക്കണതാണ്. അതല്ലേ ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിക്കണം ഞാൻ ആലോചിക്കും. നമ്മൾ കാർട്ടൂണൊക്കെ കാണുമ്പോൾ അതിൽ വരുന്നൊരു ഫിഷ്. അതാ ഇതിൽ കളറില്ല, ഓറഞ്ച് വൈറ്റ് അതുപോലെ ഇരിക്കുന്നു. മൈ ഗോഡ്, ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. സോ ക്യൂട്ട് ഫിഷ്. എന്ത് ഭംഗിയല്ല കാണാനത്. നമ്മൾക്ക് അതിൻ്റെ അടുത്തേക്ക് നിന്ന് നല്ല ഭംഗിയുണ്ട്. അതൊക്കെ മീനാണേ വെറുതെ പറഞ്ഞാ അവൾക്കാ. നല്ല രസമുണ്ട്, ചേരുന്നുണ്ട്. അമൃത എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ ഇത്. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴെ പോട്ടെ. താഴെ പോയാലേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ. അമൃത എടുത്തു തരാം. அந்த மீன் பிடிக்குமா? തീർന്നില്ല, തുടങ്ങുന്നേ ഉള്ളൂ. കേട്ടില്ലേ, ഒന്നിൽ തുടങ്ങുന്നേ ഉള്ളൂ. മലേഷ്യ വന്നിട്ട് ഇവിടുത്തെ ലാംഗ്വേജ് പഠിച്ചു. ഞാൻ അമൃതൻ്റെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അമൃത എടുക്കത്തില്ല. ബട്ട് ഇത് ഭയങ്കര രസമാണല്ലോ അമൃത. കണ്ടില്ലേ എവിടെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടിറങ്ങി.
കുറെ പഴക്കമുള്ള ഫിഷ് എന്നൊക്കെ പറയുന്നത് അതാ ആരുടെയൊക്കെ എന്തൊക്കെയാണ്. This is the last station. We hope that you enjoy your journey here. ഷെല്ലാണ് എല്ലാം, വലിയൊരു ഷെല്ല്. ഇതുണ്ടോ അത് വരുന്നില്ല. അവരവിടെ നിൽക്കുന്നതാണ്, നമ്മളിങ്ങ് കയറി. യെസ്, നമ്മളിങ്ങ് കയറി, അവിടെ നിൽക്കുന്നതാണ്. ഹലോ, ഇവിടെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള തിങ്സ് ഉണ്ട്. ഭയങ്കര ക്യൂട്ടല്ലേ, നല്ല രസമുണ്ട്. ലൈക്ക് മാഗ്നറ്റിക് ആയിട്ടുള്ള എന്തോ അല്ലേ, അതെ വാങ്ങാനുള്ളതാണ്. ഒരുപാട് തിങ്സ് ഉണ്ട്. സിംപാ, ഇതൊക്കെ വാങ്ങാനായിട്ടൊരു കൂട്ടമുണ്ട്. ഭയങ്കര തിരക്ക് പിടിച്ച്. ഞാൻ എപ്പോഴും ഒരു പ്രാവശ്യം ഈ ഒരു സംഭവത്തിനെ പറ്റി അമൃതനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാർക്കിങ് എത്തിയിട്ടുണ്ട്. അമൃത ഇവിടെ കുറേ ക്യൂട്ട് തിങ്സ് വാങ്ങിയിട്ടുണ്ട്. ക്ലോക്ക് അല്ലേ, ക്ലോക്ക്. ഞങ്ങൾ ആ ഒരു അക്വാറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ ശേഷം അതൊരു മോളാണ്. മോളിനുള്ളിൽ മോളിലേക്ക് എൻട്രി ചെയ്യല്ലേ. ഷോപ്പിംഗ് ടൈം. നമ്മുടെ കിറ്റ്കാറ്റിൻ്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഇവിടെ അതിൻ്റെ ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം ഉണ്ട് എന്ന് തോന്നുന്നു. ലൈക്ക് കിറ്റ്കാറ്റിൻ്റെ കോണുണ്ട്, അതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു വാങ്ങിച്ചാലെന്ന് ആലോചിക്കും. ഇപ്പോൾ ഏതായാലും വാങ്ങിക്കുക. വാവ്, മിലോൻ്റെ ഐസ്ക്രീം. ഇതെനിക്കിഷ്ടമായി. ഒരു മിലോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് റെഡ് ബുൾ അമ്മ കഴിക്കുന്നു. നേരത്തെയൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് പോലെ ഉണ്ടല്ലേ, കറക്റ്റായിട്ട്. ആ ഡ്രിങ്കില്ലേ, നമ്മൾ കറക്റ്റ് വന്നത്. ആ അതല്ലേ പറഞ്ഞ മില്ലോ, മറ്റേ മില്ലോൻ്റെ ഡ്രിങ്ക് പൗഡർ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കേൽ ടവറിൽ പോവാണ്. കേൽ ടവർ ഇതാണ് കേൽ ടവർ. ലൈക്ക് നമ്മുടെ എന്താ ഞങ്ങൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാണാൻ പറ്റും ഈ കേൽ ടവർ. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്ന ചോക്ലേറ്റ് കിങ്ഡത്തിലാണ്. ഇവിടെ നമുക്ക് ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ട് വരും. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ്. നമ്മൾ അകത്തേക്ക് പോകുന്നത് ചെറുതായാലും ഒട്ടിച്ചിട്ടുണ്ട്. Chocolate tiramisu, badam-badam, Thank you. badam-badam. Tiramisu almond white chocolate, best seller chocolate, welcome. Tiramisu dark chocolate almond, less sugar, no same. The first one, the white chocolate. Hello. Dark chocolate, less sugar. The brown color Thank you. packet. Inside cannot be mother, yeah, thank you. സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് വൈറ്റ് ചോക്ലേറ്റിനോട് താല്പര്യം. ഡാർക്ക ആൽമണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. വൈറ്റ് ചോക്ലേറ്റ് നോക്കാനാണെങ്കിൽ നട്ട്സ് ഉള്ള അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ചോക്ലേറ്റൊക്കെ വാങ്ങി. ഇതുണ്ടല്ലേ, ഇപ്പോൾ നമ്മളിവിടെ ഒരു മോളിൽ വന്നേക്കാണ്. സോ ഭയങ്കര ഇവിടെ ഞാനൊരു സാധനം നോക്കി വന്നേ.
നമ്മുടെ നീങ്ങിങ്ങനെ വെള്ളം വരും. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 3rd ഡേ ആണ്. സോ മലേഷ്യയിലെ 3rd ഡേ ആണ്. അങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്. സോ ഞാനൊരു സൺഗ്ലാസ് ലവറാണ്. പക്ഷേ ഇന്നെനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി. കാരണം എന്താ, ഞാനിന്ന് മേക്കപ്പ് ചെയ്തു. ഞാൻ 2 ദിവസം ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്തു. ഇഷ്ടമായോ? പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഷോർട്ട് ഹെയർ ആയിരുന്ന ടൈം ഞാൻ ഇങ്ങനെ ചെറിയ ക്യൂട്ടായിട്ടുള്ള തിങ്സൊക്കെ തലയിൽ വെക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ മുടി വളർന്നതിന് ശേഷം, ഇത്രയായതിനു ശേഷം ഞാനങ്ങനെ വയ്ക്കാറില്ല. പക്ഷേ ഈ അമൃതേൻ്റെ ഒരു ഗ്രീൻ കളർ കോസ്റ്റ്യൂം ഇട്ട ടൈമിൽ അതിൽ കുറേ സ്ലൈഡും അങ്ങനെ സംതിങ് എല്ലാം ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും എടുത്ത് വെച്ചാലോ. അങ്ങനെ നോക്കിയപ്പോൾ ഇത് കണ്ടത്. പക്ഷെ എനിക്കിത് ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാൻ. ഒരു സൈഡിൽ തന്നെ ആ 2 സ്ലൈഡോടെ വെച്ചപ്പോൾ ഇതത്ര രസമില്ലല്ലേ മുകളിലോട്ട് വെച്ചത്. ഇങ്ങനെ ഇരിക്കട്ടെ. ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ലുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് ഇന്നത്തെ. ലിപ്സ്റ്റിക്ക് എന്നിട്ടില്ല, ഇന്ന് ലിപ്പ് ഓയിൽ ഇട്ടു. ഇതിടുമ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് ലിപ്പിന് എന്താ പറ്റിയെന്ന്. ഒന്നും പറ്റിയിട്ടില്ല. ലിപ്പ് ഓയിൽ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. ഹായ് അമ്മ. ഹായ് ഇങ്ങോ. അമ്മ ഓറിക്കിനൊക്കെ ഒത്തിരി മിസ് ചെയ്യാനുണ്ട്. സോ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓറിക്കിനെ മിസ് ചെയ്യണം. ഒരുപാട് മിസ് ചെയ്യാനുണ്ട്. കാരണം ഇപ്പം തന്നെ 3 ദിവസമായില്ലേ. സോ അവരെ മിസ് ചെയ്യണെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇത്രയും നേരം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. അമ്മയുടെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. വാവ്, കിടിലം. ഇന്ന് ഫുൾ ആൻഡ് ഫുള്ളി എല്ലാവരും സൺഗ്ലാസും സംതിങ് എല്ലാം ഒക്കെ ആയിട്ട് ഒരേ പൊളിയാണ്. ഇവിടെ വന്നല്ലോ. ഇതാരാ? അമൃത വന്നിട്ടുണ്ട്. അമൃതയെ നിങ്ങൾ അന്വേഷിച്ചു. ഇങ്ങനെ വന്നു അമൃത. വാവ്, സൂപ്പർ. ക്ലിപ്പ് കഴിച്ചു. അച്ഛൻ വന്നില്ല. അച്ഛനെ ലുക്ക് കാണിച്ചില്ല. എങ്ങനെയുണ്ടെന്ന് കാണിച്ചില്ല. നിങ്ങൾ ഓക്കെ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. എന്നുവെച്ചൊരു പേർപ്പിൾ കളർ. ഇന്നലെ ഇതുപോലെ അല്ലായിരുന്നു. പേർപ്പിൾ കളർ. ബ്ലൂ ആണോ പേർപ്പിൾ ആണോ? ലാവൻഡർ ഷെയ്ഡ്. ഒരു ലിഫ്റ്റിക് കവറാണ്. നോക്കിക്കേ എല്ലാവരും. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാരണം ഇനിയിപ്പോൾ നമ്മുടെ കാറ് വരും. അപ്പോൾ ലഞ്ചിൽ ഞങ്ങൾ എന്താ ബൊഫേ പോലെയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കണം. അല്ല, എടുത്ത് കഴിക്കണ്ട, നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരൊക്കെ പ്ലേറ്റ് കഴിക്കണം. സോ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചിക്കൻ, ക്രാബ്, അതുപോലെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫിഷും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ അങ്ങനെ കഴിക്കാനായിട്ട് പോവാണ്. ഇത് കൊള്ളാമല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അത് ഓണ് പോതും. അമൃത ഇതാ വാങ്ങി. അമൃത കാണിക്കും. പക്ഷെ നോൺ വെജ് ആണ്. ഉച്ചയായില്ലേ? ഞാനും കഴിക്കാൻ പോവാണ്. അയ്യോ, എൻ്റെ ഇതിലൊക്കെ ഞാനിത് കറിയായി. സ്റ്റാർട്ടിങ് ഫുഡ് ലഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹാപ്പി അമ്മ? ഹാപ്പി. നമ്മൾ ഉറങ്ങിപ്പോയി. കാറിലിരുന്ന് ഉറങ്ങിപ്പോയി. സോ ഇപ്പോൾ വന്നേക്കുന്നത് കേബിൾ കാർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം. യെസ്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറൊക്കെ ഇല്ലേ. സോ അതുപോലത്തെ ഒരു സ്ഥലമാണ്. മീൻസ് ഭയങ്കര തണുപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഏർലി മോർണിംഗ് വന്നിരുന്നതിൽ മിസ്റ്റൊക്കെ കാണാൻ. ഇപ്പോൾ മിസ്റ്റില്ല, പക്ഷെ ഭയങ്കര തണുപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു മോള് പോലെയാണ്. ലൈക്ക് ഒരു മോളാണ്. മോളിൽ AC ആവശ്യത്തിൽ ഇവിടെ ഇല്ല. ആ പുറത്തുള്ള തണുപ്പെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുക്കണുണ്ട്. സോ നമ്മൾ കേബിൾ കാറിൽ പോകാനായിട്ട് ഉള്ള പുറപ്പാടാണ്. അച്ഛനൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു. കണ്ടായിരുന്നു, ഭയങ്കര ഉറക്കം.
ഇത് കൊള്ളാല്ലേ സത്യത്തില്. ഈ ഒരു സൺഗ്ലാസ് ഭയങ്കര ഭംഗിയുണ്ടല്ലേ, ഫണ്ണി ആയിട്ടുണ്ട്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. തിരക്കുണ്ട് എന്ന് പറയുമ്പോൾ മോളിനുള്ളിൽ പോകുന്നവരാ പകുതിയും. കേബിൾ കാറൊക്കെ എന്താ ട്രൈ ചെയ്തിട്ട് പോകുന്നതും അല്ലാതെ ഡയറക്റ്റ്ലി ഇവിടെ മോളിൽ വരുന്നതൊക്കെ ഉണ്ട്. കൂട്ടം കണ്ടില്ലേ, ഭയങ്കര കൂട്ടമാണ്, തിരക്കോട് തിരക്ക്. ഹായ്. ഒരു മോള് വിസിറ്റ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര കൂട്ടമായി ഇവിടെ കേബിൾ കാർ ട്രൈ ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇതാ പോവാണ്. നല്ല തിരക്കുണ്ടല്ലേ അമൃത? ഞാൻ വിചാരിച്ചു മൂവി കാണാൻ പോകുന്നതാണെന്ന്. സത്യമായിട്ട് അത്രയും തിരക്ക് കണ്ടോ ചോദിച്ചു. മൂവിയുടെ തിരക്കെന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്ക്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് കയറാൻ പോകുന്നത്. വീഡിയോയൊക്കെ റെഡിയാണ്, ഞാനും മീ ടു. സോ താങ്ക് യു. സൈഡ് സീറ്റിലിരിക്കണം നിർബന്ധമാണോ? സൈഡ് സീറ്റിലിരിക്കണം നിർബന്ധമാണ്. താങ്ക് യു. സൂപ്പർ. ഇത് കിട്ടില്ല. ഒരു സൈഡ് പൂർത്തിയായി. നമ്മൾ ഇങ്ങോട്ട് വന്നത് അമൃത. നമ്മളിറങ്ങിയില്ല. കുറച്ച് ദൂരമുണ്ട് അതിന്റെ മുകളില്. അത് കണ്ടില്ലേ, നമ്മളത് അങ്ങാണ് പോകുന്നത്, അങ്ങ് മുകളിലേക്ക്. ബട്ട് സൂപ്പർ. ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് സീരിയസ്ലി നല്ല രസമുണ്ട്. ഇത് താഴോട്ട് നമ്മളെപ്പോഴും മൗണ്ടൻസ് ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ തന്നെ വിചാരിക്കും മുകളിൽ എന്തായിരിക്കും. കാടൊക്കെ നല്ല ഭംഗിയുണ്ട്. മൗണ്ടൻസ് ഒക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ ഒരു പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യണം. ഭയങ്കര അടിപൊളിയാണ്. എല്ലാം ഇരുട്ടാവുന്നു. ഇത് ഇരുട്ടാവുമ്പോ സീന്. നല്ല ടോപ്പിലാ പോകുന്നത്. നോക്കി പേടിക്കുന്ന就是游乐园呐，小孩子玩的。哦，这个游乐园。给年轻人可以的，哇塞！ അടിപൊളി സ്ഥലം.看你很。 ലഞ്ച് ടൈം. ഞങ്ങൾക്ക് ആക്ച്വലി ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും അങ്ങോട്ട് പോകാനായിട്ട്. സോ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വിചാരിക്കുകയാണ്. സോ ഇവിടെ പിസ്സ ഓർഡർ ചെയ്തു. ഇതാണ് കൊള്ളാമല്ലേ? നൈസ്. അമൃത അവിടെ ലൈക്ക് എന്തൊരു ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുള്ള നിൽക്കുന്നുണ്ട്. എടുക്കാനായിട്ട് തന്നെ വിളിക്കുന്നു. ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വന്നു എടുക്കാനായിട്ട്. എവിടെ 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 സ്ട്രോ എടുക്കാം. സ്ട്രോ എടുത്തേ. എനിക്ക് ബ്ലൂ മതി പ്ലീസ്. സൂപ്പർ. സെയിം ടു സെയിം. കറക്റ്റായിട്ട്. ഒരുപാട് എനിക്ക് നടക്കാനുണ്ട്. ഇരിക്കുന്നത് അവിടെ എത്തിക്കഴിഞ്ഞു. കയറാൻ പോവാണ്. അപ്പൊ നമ്മള് ഇനി കുറച്ച് എക്സ്പ്ലോർ ചെയ്യട്ടെ. എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നോരണം.
അവിടെയാണ് ഇരുന്നത്. ഈ ഒരു ഏരിയ ആയിട്ടാണ് അയ്യോ അടിപൊളി. എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യ, എനിക്ക് കാണണം. അവിടെ അടുത്ത പണി നടക്കുന്നു. അയ്യോ നമ്മളിങ്ങനെ പോകുമ്പോ നമ്മുടെ തലയുടെ മണ്ടയെ കൂടെ അതിന്റെ തലയെ വരുന്നത്. നമ്മള് മാത്രല്ല ഇവിടെ ഒരുപാട് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുള്ള കാറ്റ് വരുന്നത്. ഇതിന്റെ ഹണി ഫാം എന്ന് പറഞ്ഞാൽ ഹണി ബീയുടെ ഫാം കാണാം. ബട്ടർഫ്ലൈസ് ഉണ്ട്, ഹണി ബീ ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്. കാണട്ടെ, കേറിക്കോ ഐശ്വര്യമായി തുറന്നോളൂ. പക്ഷെ എന്തെങ്കിലും ഇടാം. ഹായ്, ബട്ടർഫ്ലൈസ് ഉണ്ട് ഒരുപാട്. വാവ് ബട്ടർഫ്ലൈ കൊള്ളാം. ഓ, ഇത് കഴിക്കുന്നത് പൈനാപ്പിൾ ആണ്. ഹണിബി ഉണ്ടല്ലോ, തേനീച്ചയില്ലേ, അതിൻ്റെയാണ്. ബട്ടർഫ്ലൈ ഗാർഡൻ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. മീന് എങ്ങനെയുണ്ട് ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ? ഇത് മുകളിലോട്ട് കേറിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് അല്ലേ? അയ്യോ, ഇതെന്താ വണ്ട് നല്ല ഭംഗിയുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ മറ്റേ ക്ലിപ്സിലൊക്കെ ഉള്ളത് പോലെ ഇങ്ങനെ വെക്കുമല്ലേ ക്ലിപ്സ്. ഇതാ ഇതിനൊക്കെ ഇന്ന് മലേഷ്യയിലെ നമ്മുടെ അതെ, ഞാനിത് എന്താ പറയുന്നത്, 4th ഡേ. നമ്മൾ നാളെ പോകും. നാളെ നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് കിളമ്പുന്നതാണ്. സോ റിട്ടേൺ. അപ്പോൾ ഇത് ഭയങ്കര മഴ ഇവിടെ. ആ കൊള്ളാം, നൈസ്, എനിക്കിഷ്ടപ്പെട്ടു സിനിമയ്ക്ക്. അപ്പോൾ ഇന്ന് ഇവിടെ ഭയങ്കര മഴ. ഞങ്ങളിങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ടുള്ള പ്ലാനിങ്ങിൽ മഴ പെയ്തു. ഇന്ന് എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ ഒരു 2 ദിവസമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായില്ലേ? അമൃതയ്ക്ക് ഇഷ്ടമായില്ലേ? കൊള്ളാമല്ലേ? അപ്പോൾ ഭയങ്കര മഴ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഫുൾ ഷോപ്പിംഗ് ആണ്. അപ്പോൾ എന്നും അതല്ലേ നിങ്ങൾ വിചാരിക്കും വീഡിയോ കാണുമ്പോൾ. ബട്ട് ഇന്ന് കുറച്ചുകൂടെ ഒരുപാട് എന്തോ സ്ഥലങ്ങളിൽ ഫോണുണ്ട്. ഞങ്ങളിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഒരു ആൻറ്റി അങ്ങനെ വന്ന് വീണു. പാവോ, അവര് ഭയങ്കര അമൃത ആൻറ്റിക്ക് കാല് നല്ല തടവി കൊടുക്കുന്നുണ്ട്. ആൻറ്റി കടന്ന് വിളിക്കുന്നുണ്ട്. അമൃത
എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പാവാൻറ്റി അല്ലേ? ഹായ്, നമ്മളിപ്പോൾ അവിടെ ചൈന ടൗണിലാണ്. അതെ, ഇതാണ് ചൈന ടൗൺ. ഹെയർ സ്റ്റൈലൊക്കെ മാറിക്കും. ഇതാണ് ചൈന ടൗൺ. മിസ്റ്റർ ബീൻ്റെ കൂടെ അത് കൊണ്ടു നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. മിസ്റ്റർ ബീൻ ഇവിടെ നിറയെ ഫ്ലവേഴ്സിൻ്റെ ഷോപ്പുണ്ട്. സോ ഇപ്പോൾ ഞാനൊരു ഫ്ലവർ വാങ്ങി. സൺഫ്ലവർ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. ഹായ്, കെനിയിൽ വരുന്ന പൂക്കളാണെന്ന് പറയുന്നത്. അത് ഗൂഗിളിൽ നിന്ന് വാൾപേപ്പർ വരുന്ന പോലത്തെ ഫ്ലവേഴ്സ്. വാവ്, അമൃത. ഇവിടെ അമൃത അന്വേഷിച്ച സാധനം എന്താ ഇരിക്കുന്നു, വാങ്ങിക്ക്. അന്വേഷിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഉള്ളതല്ലേ, വാങ്ങാം. എനിക്കിഷ്ടം. അമൃത അമൃതയുടെ ഡ്രീം ഫ്ലവർ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കാം. സോ അമൃതയുടെ ഡ്രീം ഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാണ് ഈ ഒരു ഫ്ലവറിന്റെ പേര്. ബ്യൂട്ടിഫുൾ അങ്കല്ല അല്ലേ? ഈ ഒരു ഫ്ലവർ നമുക്ക് അവിടെ കിട്ടും, പക്ഷെ ഇത് പ്യുവർ വൈറ്റ് കളറിൽ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ നോക്കി എന്തൊക്കെ കളർ ഷെയ്ഡ്സ് ഉണ്ടത്. നല്ല ഭംഗിയുണ്ട്. 2 ഷെയ്ഡിൽ വരുന്ന റോസ് കണ്ടില്ലേ, കൊള്ളാം. ഇന്നലെ ജമന്തി കണ്ട പോലെ തോന്നുന്നുണ്ട്. ഇത് കൊള്ളാം, സൂപ്പർ. ഓറഞ്ച്, വൈറ്റ് റോസ് കണ്ടിട്ടുള്ളതാണല്ലോ, ബട്ട് ഇതൊക്കെ ഭയങ്കര റെയർ ആയിട്ടുണ്ട്. റെഡ് റോസ്, അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ. ഇത് റോസിൻ്റെയാണ്, മെയിനായിട്ട് റോസ് തന്നെയാണ്. ഞാൻ ഈ ഒരു ഫ്ലവറിൽ എന്താ വീട്ടിൽ ഒരു ഷൂട്ട് നടത്തിയിട്ടുണ്ട്. ഐ തിങ്ക് അത് കണ്ടവർക്ക് മനസ്സിലാകും. സോ ബ്യൂട്ടിഫുൾ. ഹായ് അമൃത, വാ. സോ ഇന്ന് നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. ഇന്ന് നമ്മുടെ ഹെയർ സ്റ്റൈൽ, കോസ്റ്റ്യൂം എല്ലാം നമ്മൾ വളരെ ഡിഫറെൻ്റ് ആണ്. ഹായ്, എല്ലാവരും ഹായ് പറ. ഹലോ. അമൃതയ്ക്ക് ജസ്റ്റ് ഒരു ഷൂട്ട് എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഫ്ലവറിൻ്റെ പേരെന്താ പറഞ്ഞാ? ഹായ്, നമ്മളിപ്പോൾ വന്നേക്കുന്നത് ട്വിൻ ടവറിനുള്ളിലുള്ള, അതിൻ്റെ ഉള്ളിലുള്ള മോളിലാണ്. സോ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. സോ ട്വിൻ ടവറിനകത്തുള്ള മോളിലാണ് വന്നേക്കുന്നത്. ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. മ്യൂസിക്കിനനുസരിച്ച് വാട്ടർ നല്ല രീതിയിൽ എന്താ നല്ല ഉയർന്നു വരുന്ന സംഭവം എന്തുവാണ്. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് തിരിച്ചു കാണാം. യെസ്. സോ ഇന്ന് നമ്മൾ ബാക്ക് ടു ഇന്ത്യ. നമ്മൾ മലേഷ്യ മിസ് ചെയ്യും. അടിപൊളിയായിരുന്നു മലേഷ്യ. റൂം മിസ് ചെയ്യും ഉറപ്പായിട്ടും. ബൈ. 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 ഞാൻ വരണ്ടേ? സൂപ്പർ. ഞാൻ കഴിച്ചോട്ടെ. അമൃത, എന്തിനാ സാഡ്? സൂപ്പർ.
Just under your seat. വണ്ടി തിരിച്ചെത്തി. ഞാൻ പെട്ടി എടുക്കാൻ പോകാം.